വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിബീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ നീണ്ട കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രിപ്പ് പോവുകയാണ്. ഇത് നമ്മുടെ മണിക്കുട്ട ഈ ഇടയ്ക്ക് എടുത്ത ബൈക്ക്, പുതിയ ബൈക്ക്. ഇതിൽ മണിക്കുട്ട സോളോ, പിന്നെ ചിക്കു, അപ്പു. ചിക്കു ഇപ്പം എടുത്തവൻ്റെ ശേഷം കണ്ണച്ചട്ട് എടുത്ത കണ്ണച്ചണ്ട വണ്ടി. ഇതിലാണ് വരുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങി അടൂർ എത്തിയിരിക്കുകയാണ്. അടൂർ ടൗൺ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മളോട് ഇന്നലെ ഇപ്പോൾ ഹെൽമെറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇറക്കി. ഇന്ന് അർജന്റീന കളിയുണ്ട്. കളി എന്തിനാ രാവിലെ അർജന്റീന ഒരു ഗോൾ അടിച്ചിട്ടുണ്ട്. കളി കണ്ട അപ്പൂന് എന്താണ്? കളി കാണാൻ പറ്റിയില്ല, ഇപ്പൊ കണ്ടത് തപ്പിലായിരുന്നല്ലേ. എത്ര എങ്ങനെ ഉണ്ടാവും ഇതുവരെ? നടുവും പോയി കയ്യും ഇതാണ് ചിക്കൻ്റെ വണ്ടി. പോണ വഴി ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ഈ സ്ഥലം നമുക്ക് ഈ ബോർഡ് സർവീസ് നമ്മൾ കുറച്ച് മുന്നോട്ട് പറഞ്ഞില്ലേ പോകുന്നു. മുടിക്കൂടി ഇറങ്ങുന്നതാണ് വഴി. നമ്മളങ്ങനെ ആമ്പലില്ല, നമ്മൾ ആമ്പലായി വെക്കുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അതിനർത്ഥം ഇനിയുണ്ട് ആമ്പൽ വിൽക്കുന്ന ആമ്പൽക്കുളത്തിൽ എത്തിയിരിക്കുകയാണ്. അത് ശരിയാണ്, വേറെ സ്ഥലമാണ്. പക്ഷേ നമ്മൾ അപ്പു എത്തി. മണിക്കുട്ടൻ അതിങ്ങനെ വരുമ്പോ കാണാം. പക്ഷെ അതിന്റെ ചൂട്ടൊക്കെ പോണെങ്കിൽ പൈസ തരാം. 200 രൂപ ഒരാൾ കൊടുക്കണം. അല്ലെങ്കിൽ സെപ്പറേറ്റ് അല്ല, അല്ല ടേണാ. നമ്മളിപ്പോ അവിടെ ടേൺ വെള്ളം കിടക്കണം. ഒരു ടേണാ വെള്ളം കിടക്കണം. അത് നമുക്കത് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഇപ്പൊ നിങ്ങളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവര് നിന്റെ ഫോണെ ബുക്കിംഗ് ഉണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ നമ്മൾ ഇതിന്റെ അടുത്ത് ബോട്ടിങ്ങിലാണ്. അപ്പൊ കണ്ണച്ചേട്ട ഒരു പൂ വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. പോയി കണ്ണച്ചേട്ടാ പൂ വാങ്ങാൻ. ആമ്പൽ വാങ്ങാൻ പോകും. 80 രൂപ. വെള്ളക്ക് 50. ഇത് കുറച്ച് കഴിഞ്ഞ് ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാം. 4 ദിവസം ഇരിക്കും. ഇരിക്കും. 11 മുട്ടാവും, രാത്രി 7 വീണ്ടും വരും. 15,000 മുട്ടാവും. എവിടുന്നാ വരുന്നേ? നമുക്ക് പോവാനുള്ള വെള്ളം എന്താ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മനോജനാണ്, സ്വന്തം മോനുവിന്റെ അച്ഛനാണ്. രണ്ടിലുണ്ടാടെ പൂ വെള്ള പാൻറ് അങ്ങനെ കിടക്കുക. വെള്ളത്തിന് പോ പേടിയുണ്ട് അടച്ചു. എന്റെ സൈഡ് എവിടെ ഇരിക്കും? എടാ കൺസർ നിങ്ങളൊന്നും അപ്പനെ കണ്ടുവിടാ. അപ്പു അങ്ങനെ നമ്മൾ ആമ്പൽക്കുളത്തില് ബോട്ടിൽ ഇതാ പോവുകയാണ്. കാഴ്ച കണ്ട് തിരിച്ചു പോകുന്ന ആൾക്കാർ. അറിയത്തൊന്നുമില്ല. നിങ്ങൾ അനങ്ങായിരുന്നാ
വെള്ളത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ്. മണിക്കട്ടാ നോക്കടാ, പൂവടെ മണിക്കട്ട പൂവാണ് ഇത്. നമ്മള് പോകട്ടില് പോവുകയാണ്. അവര് വാങ്ങാൻ പോയ പറഞ്ഞപ്പോ ആർക്കും പൂ വേണ്ട. പൂ വാങ്ങിച്ച് കണച്ചോടെ കൊണ്ടുവന്നതിനെ വെച്ചാൽ എല്ലാവർക്കും പോകും. എടാ നിങ്ങളൊന്ന് ഷോൾഡർ ഒന്ന് മാറ്റി അപ്പനെ കൊണ്ടു ഫോട്ടോ എടുക്കുന്നു. നമ്മളെ കൊണ്ടുപോകണ മനോജ് അമ്മ ഇപ്പൊ നമ്മൾ പോകണത്. ഓക്കെ സെറ്റായി. അമ്പലം അടുത്തൂടെ. ഓക്കെ ഗൈസ്, കിട്ടില്ല. ബോട്ടില് വന്നവരിതാ വെള്ളത്തിൽ വന്നവരൊക്കെ തിരിച്ചു പൊക്കോണ്ടിരിക്കുന്നു. ഗൈസ് നടുക്ക് വെള്ളം നിർത്തി നമ്മള് നിന്ന് കാഴ്ച കൊള്ളാം. അങ്ങോട്ടും ഉണ്ട്. ഉച്ചക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള യാത്ര? വള്ളത്തിലാണ് ഈ റൈഡ്. അർജന്റീന അപ്പം പിന്നെ എനിക്ക് എന്തായിക്കോട്ടെ പക്ഷേ ഇതാണ് വിഷയം. 250 വർഷം പഴക്കമുള്ള ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു നമ്മൾ. എന്റെ അപ്പു പറഞ്ഞതാണ് വിഷയം. പേടിയില്ലാതില്ലെന്ന്. അത് പെയിന്റടാ. ഷെയ്ഡറാ. ഓ ഷെയ്ഡറാ. നീ ആര് ഇവിടെ ഓയിൽ എടുത്തൊഴിക്കാൻ താമരയിൽ? 250 വർഷം പഴക്കമുള്ള ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ. ഇതാണ് ആ സാധനം. 250 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. കാണുമായിരിക്കുമല്ലോ. പേര് മൺട്രോ ലൈറ്റ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ വലിയ രസമില്ല. ഇതല്ലടാ, ഓക്കെ ആയിക്കോട്ടെ. നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്തുണ്ടാവും? ചെറിയ തുരുത്തുപോലെ കൊണ്ട് തീ കത്തിച്ചിട്ടിരിക്കട്ടാ. നമ്മൾ താമര കണ്ട് പോകുന്നു. വെയിലായതുകൊണ്ട് രണ്ടുപേരും ഇവിടെ ചൂടിയിരിക്കുന്ന ഗ്രാമീണ തുളുമ്പി നിൽക്കുന്ന ഒരു ഭവനം കണ്ടോ. അപ്പൊ നമ്മുടെ അമ്പലക്കുള യാത്ര ഇവിടെ അവസാനിക്കും. അല്ല ഇവിടെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞില്ല. ബോട്ട് റൈഡ് കഴിഞ്ഞ് ഇതിന്റെ കരയിൽ കയറിയിരിക്കുകയാണ്. കരയിൽ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കാരും നമ്മൾ അമ്പലം അവിടെ പറഞ്ഞു. പക്ഷെ നല്ല തിരക്കുണ്ട്. എന്താ ഇവിടെ എത്തിയുടെ വന്നിട്ടാ വെഞ്ഞാറും കൂടെ എത്തി. ഇത് ഞാനാണ് ഓട്ടോയിൽ പോയി. ഒരു 10-50 കിലോമീറ്റർ അടുപ്പിച്ച് ഇടില്ല വണ്ടി. ഒരു രസമില്ല. ബാക്കി ഓക്കെയാണ്. ഇനി 2 പേര് വരാനുണ്ട്, ചിക്കു അപ്പു. അപ്പൊ അവർക്ക് നമ്മൾ വെയിറ്റ്. വെള്ളം കഴിക്കും നല്ല ചൂട് ആവി എടുക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ. തുടർന്ന് മറ്റൊരു വീഡിയോക്ക് എല്ലാവരും കാത്തിരിക്കുക.